ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പേടിപ്പെടുത്തുന്ന ഒരു പ്രേത സിനിമയാണ്. കാലിഫോർണിയയിലെ ഒരു കോളേജിലെ ബാസ്കറ്റ്ബോൾ ടീച്ചറാണ് ബ്രെങ്ക്. ഡിവോഴ്സിയായ ബ്രെങ്ക് തൻ്റെ 2 പെൺമക്കളെയും കൊണ്ട് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ബ്രെങ്കിൻ്റെ ഇളയ മകളുടെ ദേഹത്ത് പ്രേതബാധ കൂടുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം. ഇവനാണ് നമ്മുടെ കഥയിലെ ഹീറോ ബ്രെങ്ക്. ബ്രെങ്ക് തൻ്റെ സ്റ്റുഡൻസിന് കോച്ചിങ് കൊടുത്ത ശേഷം തൻ്റെ മക്കളെ വിളിക്കാനായി തൻ്റെ എക്സ് വൈഫിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ബ്രെങ്കിനെ കാണുമ്പോൾ അയാളുടെ എക്സ് വൈഫായ സ്റ്റെഫാനി പുറത്ത് നിൽക്കണ്ട, അകത്തേക്ക് കയറി വരൂ എന്ന് പറഞ്ഞ് ബ്രെങ്കിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ബ്രെങ്കും സ്റ്റെഫാനിയും ഡിവോഴ്സ് ആയിട്ട് 2 ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ. ബ്രെങ്കിൻ്റെ സാധനങ്ങൾ ഇപ്പോഴും സ്റ്റെഫാനിയുടെ വീട്ടിലിരിപ്പുണ്ട്. അത് ഉടനെ തന്നെ മാറ്റിത്തരണമെന്ന് സ്റ്റെഫാനി ബ്രെങ്കിനോട് പറയും. അത് കഴിഞ്ഞ് നേരെ ബ്രെങ്ക് തൻ്റെ ഇളയ മകളായ എമിയെ കാണാനായി മുകളിലേക്ക് വരും. എന്നിട്ട് ചോദിക്കും, മോളെ അച്ഛൻ ലേറ്റായോ? എങ്കിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യ്, നമുക്ക് പുതിയ വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അപ്പോഴേക്കും സ്റ്റെഫാനിയുടെ പുതിയ ബോയ്ഫ്രണ്ടായ ജോണി അങ്ങോട്ടേക്ക് വരും. ബ്രെങ്ക് അവരോട് 2 പേരോടും യാത്ര പറഞ്ഞ് തൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് പോകും. പോകുന്ന വഴിക്ക് മക്കൾ 2 പേരും ബ്രെങ്കിനോട് ചോദിക്കും, അച്ഛാ, നമ്മൾ പുതിയ വീട്ടിലേക്കല്ലേ പോകുന്നത്? ഇനി എന്നാണ് തിരികെ അമ്മയെ കാണാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനി അടുത്ത വീക്കെൻഡിനാണെന്ന് പറയും. ബ്രെങ്ക് അങ്ങനെ തൻ്റെ 2 മക്കളെയും കൊണ്ട് താൻ പുതുതായി മേടിച്ച വീട്ടിലേക്ക് കൊണ്ടുവരും. ആ വീട് കാണുമ്പോൾ തന്നെ അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെടും. അത്രയധികം മനോഹരവും വലിയൊരു വീടുമായിരുന്നു അത്. അന്ന് രാത്രി അവർ പുതിയ വീട്ടിലിരുന്ന് ഡിന്നർ കഴിക്കുമ്പോൾ ബ്രെങ്കിൻ്റെ മൂത്ത മകളായ ആനി ബ്രെങ്കിനോട് പറയും, നിങ്ങൾ 2 പേരും ഡിവോഴ്സ് ആയത് കാരണം സഫർ ചെയ്യുന്നത് ഞങ്ങൾ മക്കളാണെന്ന് പറയും. ഇത് ബ്രെങ്കിനെ വളരെയധികം വിഷമിപ്പിക്കും. തൻ്റെ വൈഫുമായി ഡിവോഴ്സ് ആയതിൽ ബ്രെങ്കിനും വലിയ വിഷമമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്രെങ്ക് നേരെ തൻ്റെ ഇളയ മകൾ എമിയുടെ റൂമിലേക്ക് വന്ന് അവളുടെ കൂടെ കുറച്ചു നേരം കളിക്കും. അടുത്ത ദിവസം അവർ ഔട്ടിങ്ങിന് പോകുമ്പോൾ ബ്രെങ്കിൻ്റെ മൂത്ത മകൾ ആനി പറയും, അച്ഛാ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കണ്ടേ? ആ വീട്ടുകാർ അവരുടെ സാധനങ്ങൾ കൊടുക്കാനാണ് വെച്ചിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ ബ്രെങ്കും കുട്ടികളും കൂടി തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനായി അവിടെ ഇറങ്ങും. എന്നാൽ അപ്പോഴാണ് ബ്രെങ്കിൻ്റെ ഇളയ മകൾ എമിലി അവിടെ അടിപൊളിയൊരു ബോക്സ് ഇരിക്കുന്നത് കാണുന്നത്. ബ്രെങ്കിൻ്റെ മകൾ അവിടെ നിന്ന് മറ്റൊന്നും തന്നെ എടുക്കില്ല എങ്കിലും അവൾ ആ ബോക്സ് എടുക്കും. ബ്രെങ്ക് അങ്ങനെ ആ ബോക്സിനും കൂടി ചേർത്ത് പൈസ പേ ചെയ്യും. എന്നാൽ അപ്പോഴേക്കും ആ വീട്ടിലേക്ക് വരുന്ന ഒരു സ്ത്രീ എമിലിയുടെ കയ്യിലിരിക്കുന്ന ബോക്സ് കണ്ട് എമിലിയെ തുറച്ചു നോക്കും. അതേ സമയം തന്നെ ആ വീട്ടിനുള്ളിൽ വയ്യാതെ കിടക്കുന്ന ഒരാൾ ജനലിലൂടെ എമിലിയുടെ കയ്യിലിരിക്കുന്ന ബോക്സ് കണ്ട് പേടിച്ചു വിറയ്ക്കും. എന്നാൽ അപ്പോഴേക്കും അകത്തുള്ള ആരോ വന്ന് ആ കർട്ടൻ അടയ്ക്കും. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കൊണ്ട് ബ്രെങ്കും മക്കളും വീട്ടിലേക്ക് വരും. വീട്ടിലെത്തിയ ശേഷം എമിലി ബ്രെങ്കിനോട് പറയും, അച്ഛാ, ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് തരുമോ എന്ന്. ബ്രെങ്ക് അവനെ കൊണ്ട് ആവുന്ന അത്ര നോക്കിയിട്ടും ആ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ അപ്പോഴേക്കും ബ്രെങ്കിനൊരു കോൾ വരും. ഞാൻ പിന്നെ ഓപ്പൺ ചെയ്ത് തരാമെന്നും പറഞ്ഞ് ബ്രെങ്ക് പുറത്തേക്ക് വരും. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന എമിലിയെ ആ ബോക്സിൽ നിന്ന് ആരോ വിളിക്കുന്നത് പോലെ തോന്നും. എമിലി ആ ബോക്സ് എടുത്തുകൊണ്ട് വന്ന് ഓപ്പൺ ചെയ്യും. എന്നാൽ ആ ബോക്സ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ അവിടെ ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങും. എമിലിക്ക് ചെറിയ പേടിയൊക്കെ തോന്നുമെങ്കിലും ആ ബോക്സിനുള്ളിൽ തടി കൊണ്ടുണ്ടാക്കിയ ഒരു ഇൻസെക്റ്റിൻ്റെ രൂപം കാണും. എന്നിട്ട് നോക്കുമ്പോഴാണ് അതിനുള്ളിൽ ഒരു ചെറിയ ഉടൻ റിങ് ഇരിക്കുന്നത് കാണുന്നത്. എമിലി അത് നോക്കിയ ശേഷം ഉടനെ തന്നെ തൻ്റെ കയ്യിലേക്ക് എടുത്തിടും. അങ്ങനെ അവരെല്ലാവരും കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് ചേച്ചിയായ ആനി കിടന്ന് നിലവിളിക്കുന്നത് കണ്ട് എമിലിയും ബ്രെങ്കും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആനിക്ക് പൊതുവെ ഇൻസെക്റ്റിനെയൊക്കെ വലിയ പേടിയാണ്. ആനിയുടെ ബെഡിൻ്റെ അടിയിൽ ഒരു ഇൻസെക്റ്റിനെ കണ്ടു എന്ന് അവൾ പറയും. ഇത് കേട്ട ഉടനെ തന്നെ ബ്രെങ്ക് അതിനെ അടിച്ചു കൊല്ലും. എന്തിനാ അച്ഛാ അതിനെ കൊന്നതെന്ന് പറഞ്ഞ് 2 പേരും ബ്രെങ്കിനോട് ദേഷ്യപ്പെടും. എന്നാൽ അടുത്ത ദിവസം രാവിലെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എമിലി. ആ മോതിരം കയ്യിലിട്ട ശേഷം എമിലിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പതിവിൽ നിന്ന് വിപരീതമായി എമിലി വിഷമിച്ചിരിക്കുന്നത് കണ്ട ചേച്ചി ആനി ചോദിക്കും, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് എമിലിയെ ആശ്വസിപ്പിക്കും. എന്നാൽ അവൾ അപ്പോഴും അതൊന്നും കേൾക്കാതെ മറ്റെന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീക്കെൻഡ് ആകുമ്പോൾ ബ്രെങ്ക് തൻ്റെ 2 കുട്ടികളെയും കൊണ്ട് തൻ്റെ എക്സ് വൈഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് സ്റ്റെഫാനി ബ്രെങ്കിനോട് പറയുന്നത്, നിങ്ങളുടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, അത് ഉടനെ തന്നെ മാറ്റിത്തരണമെന്ന്. ബ്രെങ്ക് അങ്ങനെ ആ സാധനങ്ങൾ എടുത്ത് മാറ്റുമ്പോഴേക്കും സ്റ്റെഫാനിയുടെ ബോയ്ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു. അങ്ങനെ അവർ ഡിന്നർ കഴിക്കുമ്പോൾ ബ്രെങ്ക് നേരെ തൻ്റെ വീട്ടിലേക്ക് വരും. വീക്കെൻഡിൽ കുട്ടികൾ അവരുടെ അമ്മയോടൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ ബ്രെങ്ക് ഒറ്റയ്ക്ക് വീട്ടിലുണ്ടാവാറാണ് പതിവ്. വീക്കെൻഡ് കഴിഞ്ഞ് ബ്രെങ്ക് തൻ്റെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരും. എന്നാൽ തൻ്റെ അച്ഛനും അമ്മയും പിരിഞ്ഞതിൽ ദേഷ്യം മാറാത്ത മൂത്ത മകൾ ആനി ആ കാര്യം പറഞ്ഞ് ബ്രെങ്കിനോട് വഴക്കുണ്ടാക്കും. എന്നിട്ട് കുട്ടികൾ 2 പേരും വീട്ടിനുള്ളിലേക്ക് വരുമ്പോഴാണ് വീട്ടിനുള്ളിൽ എന്തോ ശബ്ദം കേൾക്കുകയും സാധനങ്ങളൊക്കെ തട്ടിമറിച്ചിടുന്നതും കാണുന്നത്. ബ്രെങ്ക് കുട്ടികളെ മാറ്റി നിർത്തിയ ശേഷം എന്താണെന്നറിയാൻ സാവധാനം വീടിനുള്ളിലേക്ക് കയറി നോക്കും. എന്നാൽ അകത്ത് ചെല്ലുമ്പോഴാണ് ബ്രെങ്കിന് അതൊരു പൂച്ചയായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ബ്രെങ്ക് മക്കളോട് പറയും, നിങ്ങൾ 2 പേരും പേടിക്കേണ്ട, അതൊരു കള്ള പൂച്ച വീടിനുള്ളിൽ കയറിയതാണെന്ന്. എന്നാൽ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന എമിലിക്ക് തന്നെ ആ ബോക്സിൽ നിന്ന് എമിലി എമിലി എന്ന് ആരോ വിളിക്കുന്നതായി തോന്നും. എന്നാൽ എമിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാത്തത് കൊണ്ട് തന്നെ ബ്രെങ്ക് എമിലിയെ വിളിക്കാനായി അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ആ ബോക്സ് ഓപ്പണാക്കി എമിലി അതിലേക്ക് സൂക്ഷിച്ച് നോക്കിയിരിക്കുന്നത് ബ്രെങ്ക് കാണുന്നത്. എന്നാൽ ഫുഡ് കഴിക്കാനായി
തൻ്റെ അച്ഛനോടും ചേച്ചിയോടൊപ്പം ഇരിക്കുന്ന എമിലി വല്ലാത്ത രീതിയിൽ ഫുഡ് കഴിക്കുന്നത് കണ്ട് എന്താ മോളെ നിനക്ക് പറ്റിയതെന്ന് ബ്രങ്ക് ചോദിക്കും. എമിലി ഉടനെ തന്നെ തൻ്റെ കയ്യിലിരുന്ന ഫോർക്ക് എടുത്ത് ബ്രങ്കിൻ്റെ കയ്യിൽ കുത്തും. എന്നിട്ട് അച്ഛാ സോറി എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറയും. എന്നാൽ അന്ന് രാത്രിയും എമിലി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ബോക്സ് തനിയെ ഓപ്പണായി. എമിലിയെ ആ ബോക്സിൻ്റെ അടുത്തേക്ക് ആരോ വിളിക്കും. എന്നാൽ ഇതേ സമയം വാഷ്റൂമിൽ നിന്ന് ബ്രഷ് ചെയ്യുകയായിരുന്നു എമിലിയുടെ ചേച്ചി ആനി. എന്നാൽ അപ്പോഴാണ് പെട്ടെന്ന് കബോർഡിനുള്ളിൽ നിന്ന് കുറേയധികം ഇൻസെക്റ്റ് പുറത്തേക്ക് പറന്നു വരുന്നത്. അവൾ അത് കണ്ട് പേടി. മകളുടെ ശബ്ദം കേട്ട് ബ്രങ്കം ഉടനെ മുകളിലേക്ക് കയറി ചെല്ലും. എന്നാൽ അപ്പോഴാണ് ആ ഇൻസെക്റ്റ് എല്ലാം നേരെ പോകുന്നത് ആനിയുടെ റൂമിലേക്കാണ്. ബ്രങ്ക് അങ്ങനെ ഇരുട്ട് നിറഞ്ഞ ആനിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ആ ഇൻസെക്റ്റ് എല്ലാം ആനിയുടെ ദേഹത്ത് വന്ന് പൊതിഞ്ഞിരിക്കുകയാണ്. ബ്രങ്ക് ഓടിച്ചെന്ന് തൻ്റെ മകളെ അവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് വരും. വീട് മുഴുവനും ആ ഇൻസെക്റ്റ് പൊതിഞ്ഞത് കൊണ്ട് തന്നെ പോലീസും അങ്ങോട്ടേക്ക് വരും. ബ്രങ്ക് തൻ്റെ മകളുടെ അടുത്ത് വന്ന് ചോദിക്കും, മോളെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന്. എന്നാൽ അവൾക്കാകട്ടെ അതൊന്നും ഓർമ്മയേ ഇല്ലായിരുന്നു. ബ്രങ്ക് തൻ്റെ മക്കളെയും കൊണ്ട് തൻ്റെ എക്സ് വൈഫിൻ്റെ വീട്ടിലേക്ക് പോയി കാര്യം പറയും. അവിടെ അവളുടെ ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നു. ബ്രങ്കിൻ്റെ വൈഫ് പറയും, നിങ്ങളുടെ കുറേ മെയിലുകൾ എൻ്റെ ലാപ്പിൽ വന്നിട്ടുണ്ടെന്ന്. ബ്രങ്ക് അങ്ങനെ അത് ചെക്ക് ചെയ്യാനിരിക്കുമ്പോഴാണ് തൻ്റെ ഒരു പഴയ വീഡിയോ ബ്രങ്ക് കാണുന്നത്. അത് കാണുമ്പോൾ അവർ രണ്ടുപേരും കുറച്ചു നേരം ഇമോഷണലായി പോകും. എങ്കിൽ ശരി, കുട്ടികൾ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ, വീട് ശരിയാക്കിയിട്ട് ഞാൻ അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറയും. എന്നാൽ അവർക്ക് 2 പേർക്കും വേർപിരിഞ്ഞതിൽ അപ്പോഴും നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാൽ അന്ന് രാത്രി തൻ്റെ അമ്മയുടെ വീട്ടിലുള്ള എമിലി തൻ്റെ അച്ഛനെ വിളിച്ച ശേഷം അച്ഛൻ വീട്ടിലെത്തിയോ എന്ന് ചോദിക്കും. എന്നിട്ട് ബ്രങ്കിനോട് പറയും, അച്ഛനൊരു കാര്യം ചെയ്യണം, അവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, അച്ഛൻ ഒരിക്കലും ആ ബോക്സ് പോയി ഓപ്പൺ ചെയ്ത് നോക്കരുത്, അതെൻ്റെ പേഴ്സണൽ തിങ് ആണെന്ന് പറയും. എന്നാൽ ഇപ്പോൾ തൻ്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഈ ബോക്സുമായി എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ ബ്രങ്ക് ആ ബോക്സ് ചെന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ വിയർഡായ തിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതേ സമയം തന്നെ വാഷ്റൂമിലേക്ക് വരുന്ന എമിലി വല്ലാണ്ട് ചുമയ്ക്കാൻ തുടങ്ങും. എന്നാൽ അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് ആ ബോക്സിൽ നിന്ന് എടുത്തിട്ട മോതിരമുള്ള വിരലിൻ്റെ കളർ മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. എന്നാൽ അപ്പോഴേക്കും എമിലിക്ക് ചുമ നിർത്താൻ കഴിഞ്ഞില്ല. അവൾ ശക്തമായി ചുമയ്ക്കാൻ തുടങ്ങി. തൻ്റെ വായ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന സംശയത്തിൽ എമിലി ഒരു ടോർച്ച് എടുത്തുകൊണ്ടുവന്ന് ലൈറ്റ് അടിച്ച് നോക്കുമ്പോഴാണ് തൻ്റെ വായിൽ നിന്ന് 2 വിരൽ പുറത്തേക്ക് വരുന്നതായി അവൾക്ക് തോന്നുന്നത്. എമിലി വീണ്ടും തൻ്റെ സംശയം തീർക്കാനായി പേടിച്ച് വായിലേക്ക് അടിച്ചു നോക്കുമെങ്കിലും അപ്പോഴൊന്നും കാണില്ല. എന്നാൽ അടുത്ത ദിവസം ക്ലാസ്സിലിരിക്കുന്ന എമിലിക്ക് വല്ലാണ്ട് ദേഷ്യം വരാൻ തുടങ്ങും. തൻ്റെ ബാഗ് എടുത്ത കൂട്ടുകാരനെ എമിലി വല്ലാണ്ട് ഉപദ്രവിക്കും. ടീച്ചേഴ്സ് വന്ന് അവളെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൾ അതൊന്നും കൂസാക്കിയില്ല. അങ്ങനെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവളുടെ പാരൻസിനെ 2 പേരെയും ടീച്ചർ ഓഫീസിലേക്ക് വിളിച്ച് എമിലി സ്കൂളിലുണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ച് അവരോട് പറയും. എന്നാൽ അവർ 2 പേരും കരുതും, ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഡിവോഴ്സ് ആയത് അവളെ ഒരുപാടധികം ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളുടെ ബിഹേവിയറൊക്കെ ഇങ്ങനെ ആയത് എന്ന്. എന്നാൽ എമിലിയെപ്പറ്റി തൻ്റെ വീട്ടുകാരോട് പറഞ്ഞ ടീച്ചർ അന്ന് രാത്രി കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നത് കാണും. ഇതിനു മുൻപ് ഇങ്ങനെയൊരു ബോക്സ് അവിടെ കണ്ടിട്ടില്ലാത്ത അവർ ആ ബോക്സ് ഓപ്പൺ ആക്കി നോക്കും. എന്നാൽ അപ്പോഴേക്കും അവിടെ ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങും. അവരെ ആരോ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നത് പോലെയും അവരുടെ ദേഹമെല്ലാം ഞെരിഞ്ഞു വലിയുന്നത് പോലെയും തോന്നും. ആരോ ആ ടീച്ചറിൻ്റെ കാലിൽ പിടിച്ച് വലിച്ച് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിട്ട് കൊല്ലും. എന്നാൽ അടുത്തിടെയായി എമിലിക്ക് നല്ല മാറ്റമുണ്ടെന്ന് മനസ്സിലാക്കിയ ബ്രങ്ക് എമിലിയോട് സംസാരിക്കുമ്പോൾ അവളുടെ ടീച്ചർ മരിച്ചതിലൊന്നും അവൾക്ക് വലിയ വിഷമമില്ല. എന്നാൽ പഴയ എമിലി ഇങ്ങനെയല്ലായിരുന്നു എന്ന് ബ്രങ്കിന് അറിയാമായിരുന്നു. അങ്ങനെ ബ്രങ്ക് എമിലിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എമിലിയുടെ ശബ്ദവും രൂപവും എല്ലാം മാറും. എമിലി ബ്രങ്കിനോട് പറയും, നീ അവളെ കുറേയധികം ഉപദ്രവിക്കേണ്ട, എനിക്ക് അവളുടെ ശരീരത്തിൽ ജീവിക്കണമെന്ന്. എൻ്റെ മകളുടെ ശരീരത്തിൽ പ്രേതബാധ കൂടിയെന്ന് വിശ്വസിക്കാനാകാതെ ബ്രങ്ക് തിരികെ വീട്ടിലേക്ക് വരും. ഇതിനെല്ലാം പിന്നിൽ ആ ബോക്സ് തൻ്റെ വീട്ടിൽ വന്നതാണ് കാരണമെന്ന് മനസ്സിലാക്കിയ ബ്രങ്ക് എമിലി അറിയാതെ ആ ബോക്സ് അവളുടെ റൂമിൽ നിന്നെടുത്ത് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങി വരും. ബ്രങ്ക് നേരെ പോകുന്നത് എമിലിയുടെ റൂമിലേക്കാണ്. എന്നാൽ എമിലി ശബ്ദമൊക്കെ മാറി വല്ലാത്തൊരു രൂപത്തിൽ ബ്രങ്കിനോട് പറയും, മര്യാദയ്ക്ക് എൻ്റെ ബോക്സ് തിരികെ കൊണ്ടുതരാൻ. എന്നിട്ട് ബ്രങ്കിനോട് ദേഷ്യത്തിൽ സംസാരിക്കും. എന്നാൽ അപ്പോഴേക്കും ശബ്ദം കേട്ട് ആനി റൂം തുറന്നു വരും. എന്നാൽ എമിലി തൻ്റെ അച്ഛൻ തന്നെ അടിച്ചു എന്ന് കള്ളം പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. ബ്രങ്ക് അവളുടെ പിന്നാലെ തന്നെ ഓടുമെങ്കിലും അസാമാന്യ വേഗത്തിലാണ് എമിലി ഓടിയത്. അവൾ ഓടി ഒടുവിൽ ആ ബോക്സ് കിടക്കുന്ന സ്ഥലത്തെത്തും. എന്നിട്ട് അവൾ ആ ബോക്സ് തുറക്കും. എന്നാൽ അപ്പോഴേക്കും കുറേയധികം ഇൻസെക്റ്റ് എവിടെ നിന്നോ പറന്നു വന്ന് എമിലിയുടെ വായുടെ ഉള്ളിലേക്ക് കയറും. അവൾ അവിടെ ബോധം കെട്ട് വീണ് കിടക്കുമ്പോഴേക്കും ബ്രങ്ക് അങ്ങോട്ടേക്ക് ചെന്ന് അവളെയും എടുത്ത് തിരികെ വീട്ടിലേക്ക് വരും. എന്നാൽ ഇതേ സമയം തന്നെ മൂത്തമകൾ ആനി തൻ്റെ അമ്മയെ വിളിച്ചു വരുത്തിയിരുന്നു. അങ്ങോട്ടേക്ക് വന്ന സ്റ്റെഫാനി പോലീസിനെയും കൊണ്ടാണ് വരുന്നത്. പോലീസ് അങ്ങനെ ബ്രങ്കിന് ഇനി കുട്ടിയെ കൈവശം വെക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് സ്റ്റെഫാനിയുടെ കൂടെ പറഞ്ഞു. ടെൻഷനായി വീട്ടിൽ വന്നിരിക്കുന്ന സ്റ്റെഫാനിയോട് അവളുടെ ബോയ് ഫ്രണ്ട് പറയും, നീ വിഷമിക്കേണ്ട, അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന്. എന്നിട്ട് അവൻ പോർച്ചിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു രൂപത്തിൽ എമിലി അങ്ങോട്ടേക്ക് വരും. എമിലിയിൽ നിൽക്കുന്നതിൽ എന്തോ പന്തികേട് തോന്നിയ അവൻ എമിലിയുടെ കൈ തുറന്നു നോക്കും.
എന്നാൽ അപ്പോഴേക്കും എമിലിയുടെ ക്യാരക്ടർ ആകെപ്പാടെ മാറിയിരുന്നു. എന്നാൽ ഒരു കോള് വന്ന് ജോണി തൻ്റെ ഫോണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എമിലിയുടെ ശരീരത്തിൽ നിന്നും എന്തോ ഒന്ന് എമിലിയെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. എന്നാൽ ശബ്ദം കേട്ട് തിരിഞ്ഞ് ജോണി നോക്കുമ്പോൾ എമിലി നോർമലായി തന്നെയാണ് നിൽക്കുന്നത്. ബ്രെങ്ക് അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായി ഒരു പ്രൊഫസറിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയും. കാര്യങ്ങൾ കേട്ട ശേഷമാണ് അയാൾ പറയുന്നത്, ഇത് ജൂതന്മാരുടെ ഒരു ശവക്കല്ലറ പോലെയാണ് ഈ പെട്ടി. ഇതിൻ്റെ പേര് ടിബൂക്ക് എന്നാണ്. ഇതിനുള്ളിൽ ഒരു ആത്മാവ് ഉണ്ടായിരിക്കും. ഇത് ഓപ്പൺ ചെയ്ത ആളുടെ ശരീരത്തിൽ ആ ആത്മാവ് കയറിയിട്ടുണ്ടാകുമെന്ന് പറയും. ഈ വീട്ടിലെത്തിയ ബ്രെങ്ക് ആ ടിബൂക്ക് പെട്ടിയിൽ നിന്നും ആത്മാവ് കയറിയ ആളുകളുടെ വീഡിയോസൊക്കെ ഇൻ്റർനെറ്റിൽ നോക്കി അത് പോവാനുള്ള വഴികൾ പഠിക്കും. അടുത്ത ദിവസം തൻ്റെ മകളെ രക്ഷിക്കാനായി ഹോളി ബുക്കും എടുത്ത് തൻ്റെ എക്സ് വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അവളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ തലവെച്ച ശേഷം അവൻ ആ ബുക്ക് വായിക്കാനായി തുടങ്ങും. എന്നാൽ അവൾ വായിച്ചു തുടങ്ങുമ്പോഴേക്കും അവിടെയുള്ള സാധനങ്ങളൊക്കെ തെറിച്ചു പോകും. എന്നാൽ ഇതേ സമയം തന്നെ എക്സ് വൈഫ് അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കും, നിങ്ങൾ വീണ്ടും എൻ്റെ മകളെ ഉപദ്രവിക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഇറക്കി വിടും. തൻ്റെ കയ്യിലിനി നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ ബ്രെങ്ക് ഉടനെ തന്നെ എക്സോസം ഒക്കെ ചെയ്യുന്ന സാദോക് എന്ന് പേരുള്ള ഒരാളുടെ സ്ഥലത്തേക്ക് പോയി തൻ്റെ മകളുടെ കാര്യം അയാളോട് പറയും. എന്നാൽ അത് കേട്ട ഉടനെ അയാൾ പറയും, നിൻ്റെ മകളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഞാൻ കേട്ടെടുത്തോളം ആ പെട്ടിക്കകത്തുള്ളത് വളരെ ഡേഞ്ചറസ് ആയ ഒരു ആത്മാവാണ്. അത് ഇന്നേരം കൊണ്ട് നിൻ്റെ മകളുടെ ശരീരത്തിനുള്ളിൽ കയറിയിട്ടുണ്ടാകുമെന്ന് പറയും. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ബ്രെങ്ക് എന്ന് പേരുള്ള എക്സോസിസം ചെയ്യുന്ന ഒരു സന്യാസി പറയും, നീ പേടിക്കേണ്ട, നിൻ്റെ മകളെ ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന്. എന്നാൽ ഇതേ സമയം സ്റ്റെഫാനി രാത്രി ശബ്ദം കേട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് തൻ്റെ മകൾ എമിലി വല്ലാത്തൊരു രൂപത്തിൽ ഫ്രിഡ്ജിൽ നിന്ന് പച്ച ഇറച്ചി എടുത്ത് കഴിക്കുന്നത് കാണുന്നത്. എന്നാൽ സ്റ്റെഫാനിയെ കണ്ട എമിലി അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസുകൾ എടുത്ത് തൻ്റെ അമ്മയെ ഇഞ്ചേർഡാക്കും. എന്നിട്ട് പുറകിൽ നിന്ന് കൊല്ലാനായി ചാടി വന്ന് കെട്ടിപ്പിടിക്കും. എന്നാൽ മോളെ എന്ന് അവൾ ഉറക്കെ വിളിക്കുമ്പോൾ ആത്മാവിൻ്റെ കയ്യിൽ നിന്ന് വേർപെട്ട് എമിലി വീണ്ടും നോർമലാകും. എന്നാൽ ഇതറിഞ്ഞ സ്റ്റെഫാനിയുടെ ബോയ് ഫ്രണ്ട് വന്ന് പറയും, നീ പേടിക്കേണ്ട, നമുക്ക് രാവിലെ അവളെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ രാവിലെ ജോണി തൻ്റെ കാറിൻ്റെ അടുത്ത് വരുമ്പോഴാണ് എമിലി തന്നെ സൂക്ഷിച്ച് നോക്കുന്നത് കാണുന്നത്. അവൻ എമിലിയുടെ അടുത്തേക്ക് വരുമ്പോൾ ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങും. അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അവൻ്റെ വായിൽ നിന്നും മുഖത്തു നിന്നുമൊക്കെ ചോര വരും. അവിടെ നിന്ന് രക്ഷപ്പെടാനായി അവൻ തൻ്റെ കാറും എടുത്ത് അവിടെ നിന്ന് പാഞ്ഞു പോകും. ഉടനെ തന്നെ എമിലി ബോധം കെട്ട് വീഴും. എമിലി വീഴുന്നത് കണ്ട് പേടിച്ച് ആനി അങ്ങോട്ടേക്ക് ഓടി വരും. ആനി എമിലിയെ നോക്കുമ്പോഴാണ് അവളുടെ വായിൽ നിന്ന് ഒരു വണ്ട് പുറത്തേക്ക് പറന്നു പോകുന്നത് അവൾ കാണുന്നത്. ഇതേ സമയം എമിലിയുടെ ചേച്ചി ആനി അച്ഛനെ വിളിച്ച് പറയും, എമിലിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അച്ഛൻ എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരണമെന്ന്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന എമിലിയെ ഡോക്ടർമാർ സ്കാനിങ് റൂമിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ പവർ സപ്ലൈക്ക് എന്തോ പറ്റുന്നത്. കറണ്ട് പെട്ടെന്ന് പോയി വരുന്നതിനിടയിൽ എമിലിയുടെ അമ്മ എമിലിയുടെ ഹൃദയത്തിനുള്ളിൽ മറ്റാരോ ഒളിച്ചിരിക്കുന്നത് കാണുന്നത്. താൻ കണ്ട കാര്യം വിശ്വസിക്കാനാവാതെ സ്റ്റെഫാനി അവിടെ ഇരുന്ന് കരയുമ്പോഴേക്കും ബെനക്ക് അങ്ങോട്ടേക്ക് വരും. ബെനക്ക് എല്ലാ കാര്യങ്ങളും സ്റ്റെഫാനിയോട് പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ എക്സോസം ചെയ്യാനായി ഗബ്രിയലിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ഈ റൂമിൽ പറ്റില്ല, നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരു റൂമിലേക്ക് പോകാമെന്നും പറഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് അവർ മറ്റൊരു റൂമിലേക്ക് പോകും. അങ്ങനെ ആ റൂമിലെത്തി അവിടെ സീറ്റൊക്കെ സജ്ജീകരിച്ച് എക്സോസിസം ചെയ്യാനായി തുടങ്ങുമ്പോഴേക്കും എമിലിയുടെ രൂപഭാവമെല്ലാം മാറാൻ തുടങ്ങും. അവരവളുടെ കൈയും കാലും എല്ലാം പിടിച്ചു കെട്ടും. എന്നാൽ അപ്പോഴേക്കും ഗബ്രിയേൽ പ്രാർത്ഥനയും തുടങ്ങിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും വയലൻ്റ് ആവാൻ തുടങ്ങിയ എമിലി ഗബ്രിയേലിനെ ദൂരെ കടിച്ചു വീഴ്ത്തിയ ശേഷം വല്ലാത്തൊരു രൂപത്തിൽ അവരെ എല്ലാവരെയും നോക്കി അവിടെ നിന്ന് ഇറങ്ങി ഓടും. പിറകെ ബെനറ്റും ഓടും. ബ്രെങ്ക് അങ്ങനെ അവളുടെ പിന്നാലെ ഓടി മോർച്ചറിയുടെ ഉള്ളിലേക്ക്. ബ്രെങ്ക് അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ടോർച്ച് എടുത്ത് അവിടെ ചുറ്റും നോക്കുമ്പോഴാണ് അവിടെ കോർണറിൽ എമിലി നിന്ന് ചിരിക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് അവൾ അപ്രത്യക്ഷിതമായി പോകും. അവൻ്റെ കയ്യിലേക്ക് എവിടെ നിന്നോ ബ്ലഡ് വീഴാനായി തുടങ്ങും. പിറകിൽ നിന്ന് അവൾ ചാടി വീണ് ബ്രെങ്കിനെ ഉപദ്രവിക്കും. അപ്പോഴേക്കും ബാക്കിയുള്ളവരും അങ്ങോട്ടേക്ക് ഓടിയെത്തും. അവരവിടെ എത്തുമ്പോൾ എമിലിയുടെ കയ്യിലുള്ള മോതിരം അവളുടെ കയ്യിൽ നിന്നും ഊരിത്തെറിച്ചു പോകും. എന്നാൽ എമിലിയുടെ ബോഡിയിലുള്ള ആത്മാവ് ബെനറ്റിൻ്റെ ബോഡിയിലേക്ക് കയറിയിരുന്നു. അപ്പോഴേക്കും എന്നാൽ ഗബ്രിയേൽ അപ്പോഴേക്കും തൻ്റെ എക്സോസിസം തുടങ്ങിയിരുന്നു. ബ്രെങ്കിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ആത്മാവ് പുറത്തേക്കിറങ്ങി ആ പെട്ടിക്കുള്ളിലേക്ക് കയറും. അങ്ങനെ അവരുടെ ലൈഫിൽ നിന്നും ആ ആത്മാവ് എന്നേക്കുമായി പോകും. അങ്ങനെ ഗബ്രിയേൽ പോകുന്ന വഴിക്ക് ബ്രെങ്കിനെ വിളിച്ച് പറയും, ആ പെട്ടി എൻ്റെ കയ്യിലാണ്, നിങ്ങൾ ഇനി പേടിക്കേണ്ട എന്ന്. എന്നാൽ ഉടനെ തന്നെ ആ ട്രക്ക് വന്ന് ഗബ്രിയേലിനെ ദൂരേക്ക് വീഴുകയാണ്. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.